സുഹൃത്തെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഓ ഒപ്പുനോപ്പൊനോ എന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെറും 4 സെൻറ്റൻസുകൾ മാത്രം പഠിച്ച് ഒരു ദിവസത്തിലെ 4 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് മാറ്റിവെക്കാം. മറ്റു പല ടെക്നിക്കുകളെ പോലെ എഴുതുകയോ കൂടുതൽ സമയം ചിലവാക്കുകയോ ഒന്നും വേണ്ട. വെറും 4 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു മെത്തേഡാണ് ഹോ ഒപ്പുനോപ്പൊനോ ടെക്നിക്ക്. ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട മനോഹരമായ 2 പുസ്തകങ്ങളുണ്ട്. ജോ വിറ്റാല എഴുതിയിട്ടുള്ള സീറോ ലിമിറ്റ്സ്, അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് ഓ ഒപ്പനോപ്പൊനോ. ഇതിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് പറയുന്നത്. സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, എന്താണ് ഈ ഓ ഒപ്പനോപ്പൊനോ ടെക്നിക്ക്? രണ്ടാമതായിട്ട്, ഇതിൽ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള 4 സെൻറ്റൻസുകളുള്ള അഫർമേഷൻസ് എന്താണ്? മൂന്നാമതായിട്ട്, ഇത് എങ്ങനെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നാലാമതായിട്ട്, ഹോ ഒപ്പനോപ്പൊനോ ടെക്നിക്ക് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? അഞ്ചാമതായിട്ട്, എത്ര ദിവസം ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണം? നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായിട്ട് മറ്റു സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. സ്റ്റെപ്പ് നമ്പർ 1, എന്താണ് ഈ ഹോ ഒപ്പനോപ്പൊനോ ടെക്നിക്ക്? ഇത് ഒരു ഹവായിയൻ ടെക്നിക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഹവായിയൻ ദ്വീപിലെ ആളുകൾ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണിത്. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന 2 ചലഞ്ചസ് ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട്, അവർക്ക് വേഗത്തിൽ, ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് വളരെ പതിയെ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നുള്ളൂ. പല കാര്യങ്ങൾക്കും അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ, ചില ആളുകളോട് ചോദിച്ചാൽ പറയും എനിക്ക് ആരോട് വിഷമോ അല്ലെങ്കിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. പക്ഷേ അവരടുത്ത് അടുത്തിരുത്തി ചോദിച്ചാൽ അവർ പറയും, അതെ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുറത്തു കൊടുക്കാനാവാത്തത്ര വേദനിപ്പിച്ച ഒരുപാട് പേരുണ്ട്, എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു മനസ്സിലുള്ള വെറുപ്പ്, ദേഷ്യം, വിദ്വേഷം ഒക്കെ എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോ ഒപ്പനോപ്പൊനോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയറായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഒന്ന് നിറയ്ക്കാൻ ഇത് സഹായിക്കും. സ്റ്റെപ്പ് നമ്പർ 2, ഹോ ഒപ്പനോപ്പൊനോ മെത്തേഡിൽ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള 4 വാചകങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻസ് എന്താണ്? ഒന്നാമതായിട്ട്, ഐ ആം സോറി. രണ്ടാമതായിട്ട്, പ്ലീസ് ഫോർഗിവ് മീ. മൂന്നാമതായിട്ട്, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതായത്, ഐ ആം സോറി, ഞാൻ ഖേദിക്കുന്നു. പ്ലീസ് ഫോർഗിവ് മീ, എന്നോട് ദയവായിട്ട് ക്ഷമിച്ചാലും. മൂന്നാമതായിട്ട്, താങ്ക് യു, നന്ദി. ഐ ലവ് യു, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് 4 വാചകങ്ങളായിട്ട് ഹോ ഒപ്പനോപ്പൊനോ മെത്തേഡിൽ ഉപയോഗിക്കേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 3, എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ അഫർമേഷൻസ് പറയേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റിലാക്സ് ആയിട്ട് മറ്റുള്ളവരുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് 1, 2, 3 ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം റിലാക്സ് ആയിട്ടിരുന്നിട്ട് ഈ 4 വാചകങ്ങൾ പറയുക. ഒന്നാമത്തെ അഫർമേഷനായിട്ടുള്ള ഐ ആം സോറി, ഞാൻ ഖേദിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ സോറി പറയുക. അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പല തെറ്റുകളും മറ്റുള്ളവരോട് ചിലപ്പോൾ വേദനിപ്പിച്ച് കാണും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച് കാണും. എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക.
അതോടൊപ്പം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ പവറിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ എനർജിയോട് നിങ്ങൾ സോറി പറയുക. കാരണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളോട് തന്നെ ഐ ആം സോറി എന്ന് പറയുക. രണ്ടാമതായിട്ട് പറയുക, പ്ലീസ് ഫോർഗിവ് മീ. ഞാൻ നിന്നോട് ക്ഷമ യാചിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് ദയവായിട്ട് ക്ഷമിച്ചാലും. അത് ആദ്യം നിങ്ങളോട് തന്നെ പറയുക. രണ്ടാമതായിട്ട് ആ ഒരു യൂണിവേഴ്സൽ എനർജിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ഈശ്വരനോട്, സൃഷ്ടാവിനോട് എന്ത് ചെയ്യുക, ഒരു പൊറുക്കലിനെ തേടുക എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായിട്ട് പറയേണ്ടത് താങ്ക് യു, ഒരുപാട് നന്ദി, ഇതുവരെ എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ചിട്ട് താങ്ക് യു എന്ന് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ആ യൂണിവേഴ്സൽ എനർജി എടുത്ത് നിങ്ങളുടെ വിശ്വസിക്കുന്ന ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് ഇതുവരെ എല്ലാ കാര്യത്തിനും പൂർണ്ണ സപ്പോർട്ടോടെ നിങ്ങളുടെ കൂടെ നിന്നതിന് താങ്ക് യു പറയുക. അവസാനമായിട്ട് പറയേണ്ടത് ഐ ലവ് യു, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അത് ആദ്യം പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പിന്നെ പറയേണ്ടത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിവേഴ്സൽ പവറിനോട്, സൃഷ്ടാവിനോട്, സർവശക്തനോട് ഐ ലവ് യു, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എൻ്റെ അപ്പോഴത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അതൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നു ഐ ലവ് യു. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ പതിയെ നിറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു മണി ഹീലിംഗ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു മണി ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങളൊരു ക്യാഷ് അല്ലെങ്കിൽ ഏതൊരു നോട്ട് 500 1000 നിങ്ങളുടെ കയ്യിലുള്ളൊരു ക്യാഷ് കയ്യിലെടുത്ത് ആ ഒരു കയ്യിലെടുത്ത ക്യാഷിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഏതെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി കാണും, നിങ്ങൾക്കൊരിക്കലും പുറത്തു കൊടുക്കാനാവാത്ത ഒരു കാര്യം ചെയ്തൊരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, ആ പ്രശ്നത്തിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയുക ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇനി സ്റ്റെപ്പ് നമ്പർ 4, എപ്പോഴാണ് ഈ ഹോ'ഒപനോപനോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ. ഈ 2 സമയമാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് വെറും 4 മിനിറ്റ് മാത്രം മതി ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാൻ. അപ്പോൾ അത് സ്ഥിരമായിട്ട് എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 5, എത്ര ദിവസമാണ് ഹോ'ഒപനോപനോ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? സാധാരണയായിട്ട് 21 ദിവസമെങ്കിലും മിനിമം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പല ആളുകൾക്കും 4-5 ദിവസം ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരെ തേടി വരാറുണ്ട്. അവരുടെ മനസ്സിൽ അവരലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനകൾ, അല്ലെങ്കിൽ അവർക്ക് മറക്കാനാവാത്ത ഏതൊരു കാര്യവും വളരെ പതിയെ 1 ദിവസം 2 ദിവസം 3 ദിവസം 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അത് ഫുൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ, ഒരു ഹൃദയത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷന് വളരെ വേഗത്തിലെത്താൻ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ സഹായിക്കും. സുഹൃത്തെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഏതൊരു പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അറിഞ്ഞത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം ചിലവഴിക്കുകയോ ഒന്നും വേണ്ട. ചുമ്മാ കണ്ണടച്ച് ഈ 4 സെൻറ്റൻസ് അല്ലെങ്കിൽ 4 വാക്കുകൾ പറഞ്ഞാൽ മാത്രം മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനെക്കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം, പക, വിദ്വേഷം ഒക്കെ ഓരോ ദിവസം പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത്
പ്രാക്ടീസ് ചെയ്യുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു.